ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സെൻറ്റി ടോയ്സിൻ്റെ ടാറ്റയുടെ സീഗ്ന എന്ന് പറഞ്ഞൊരു മോഡലാണ്. നല്ല രീതിക്ക് ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണത്. അതിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് ഓർഡർ ചെയ്തത്, പക്ഷേ വന്നത് റെഡായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, നല്ല രീതിക്ക് ഡീറ്റെയിലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ എടുത്ത് പറഞ്ഞിട്ട് വീൽസാണ്. നല്ല രീതിക്ക് ഡീറ്റെയിലിംഗ് വീൽസിലൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയിലായിട്ട് സ്റ്റെപ്പിനെയൊക്കെ കാണാം. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നാണ് ഈ വീൽസും കാര്യങ്ങളൊക്കെ. ബേസും നല്ല രീതിക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെയും സീഗിനയ്ക്ക് വരെ ഇവിടെ മാഗ്നാനാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടൊരു ഡൽഹി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് ഒക്കെ കാണാം, അതും സ്റ്റിക്കറാണ്. പിന്നെ വണ്ടിയിൽ എടുത്തു കൊണ്ട കാര്യമാണ് ഇതിൻ്റെ ഹൈഡ്രോളിക്. പക്ക ഒരു റിയലിസ്റ്റിക് ട്രക്കിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് ഹൈഡ്രോളിക് ഒരു കൊടുത്തിട്ടുണ്ട്. സെൻറ്റിയുടെ ഏറ്റവും പുതിയൊരു മോഡലും കൂടെ ആയിട്ടായിരിക്കാം അവരത് ഇപ്രാവശ്യം കൊടുത്തു. ബാക്കിലായിട്ടൊരു ഓപ്പണബിൾ ക്യാബിനൊക്കെ ഉണ്ട്. പക്ക ഒരു വർക്കിങ്ങും എല്ലാം ആ ഒരു രീതിയിലാണ്. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടാറ്റയുടെ തന്നെ ട്രിപ്പർ ലോറിയാണ്. അതിന് ഈ ഒരു സാധനം മിസ്സിങ് ആണ്. പക്ഷേ ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ട് കുറേ വർഷമായി, അതുകൊണ്ടായിരിക്കും അവരത് കൊടുക്കാഞ്ഞത്. പക്ഷേ ഇപ്രാവശ്യം അവർ കൊടുത്തിട്ടുണ്ട്. അതെന്തെങ്കിലും നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ രണ്ട് മിറേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഫുള്ളി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഈ ഒരു ട്രക്ക് വരുന്നത്. സെൻറ്റി ടൂസിൻ്റെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും പ്ലാസ്റ്റിക് ആയിരിക്കും. പിന്നെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലോട്ട് വരുവാണെങ്കിൽ ഒരു ചെറിയ ഇൻഡിക്കേറ്ററൊക്കെ കാണാം. സൈഡിലായിട്ട് കൺസ്ട്രക്ഷൻ ടിപ്പർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ കീപ് ഡിസ്റ്റൻസ് എന്നൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കളക്ടേഴ്സിന് പറ്റിയൊരു വണ്ടിയാണ്. അകത്തൊരു ചെറിയ ഫിഗറൊക്കെ കാണാം. കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വണ്ടി തന്നെയാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.